Hi my dear friends, welcome to Verma's VG World. ഇന്ന് നമ്മൾ വീണ്ടും നാവിൽ കൊതി ഉണർത്തുന്ന ഒരു നാടൻ വിഭവമായിട്ടാണ് എത്തിയേക്കുന്നത്, പച്ചമാങ്ങ കിച്ചടി. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. ഒരു ഇൻസ്റ്റന്റ് വിഭവം എന്ന് തന്നെ പറയാം. നമ്മൾ സ്റ്റവ് ഒന്ന് ഓൺ ചെയ്യാണ്ടാണ് ഈ ഒരു കിച്ചടി തയ്യാറാക്കുന്നത്. നമ്മുടെ സദ്യകളിലൊക്കെ തൊടുകറി ആയിട്ടാണ് ഈ കിച്ചടി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിക്ക് ഗ്രേവി ആയിട്ടാണ് നമ്മൾ ഈ കിച്ചടി തയ്യാറാക്കുന്നത്. നമ്മുടെ നാടിന്റെ തനിമ വിളിച്ചു പറയുന്നതാണ് ഓരോ നാടൻ കറികളും. പച്ചമാങ്ങയിൽ പച്ചക്കടുകും പച്ചമുളകും കുരുമുളകും കട്ടത്തൈരും കൂടി ചേരുമ്പോഴുള്ള ടേസ്റ്റ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് നിങ്ങൾ ട്രൈ ചെയ്ത് തന്നെ നോക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് കണ്ടിട്ട് വരാം പച്ചമാങ്ങ കിച്ചടി. അപ്പോൾ നമുക്ക് പച്ചമാങ്ങ കിച്ചടി ഉണ്ടാക്കാനായിട്ട് ആരംഭിക്കാം. ഞാൻ ഇവിടെ പച്ചമാങ്ങ കിച്ചടി ഉണ്ടാക്കാനായിട്ട് ഏകദേശം ഒരു ഇടത്തരം വലുപ്പമുള്ള 2 മാങ്ങയാണ് എടുത്തേക്കുന്നത്. നമുക്കിനി ആദ്യം തന്നെ ഇതൊന്ന് പീൽ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ മാങ്ങ എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നന്നായിട്ട് വിളഞ്ഞ മാങ്ങ, നല്ല മൂത്ത മാങ്ങ വേണം എടുക്കാനായിട്ട്. അതായത് ഇങ്ങനെ ഒരു മഞ്ഞ നിറം വന്നു തുടങ്ങുന്ന മാങ്ങയാണ് ഏറ്റവും നല്ലത്. കുറച്ചും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ഇത് പഴുക്കും. പക്ഷെ പഴുത്തിട്ടുണ്ടാവില്ല, ഇപ്പോൾ പച്ചനെയാണ്. പക്ഷെ നന്നായിട്ട് മൂത്ത് ചെനച്ച മാങ്ങയാണ് കിച്ചടി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുക. പഴുത്ത മാങ്ങയല്ല, നന്നായിട്ട് മൂത്ത് ചെനച്ച മാങ്ങ. നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടെടുക്കാം. ഇനി നമുക്ക് ഈ മാങ്ങ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇനിയിപ്പോൾ ഗ്രേറ്റർ ഇല്ല, ഗ്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. മാങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ജെർക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യാനുസരണം മാങ്ങയുടെ പുളിക്ക് അനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും മാങ്ങയിൽ നിന്നൊക്കെ വെള്ളമൊക്കെ പുറത്ത് വരും. അതുപോലെ തന്നെ മാങ്ങയുടെ പുളിയും അതുപോലെ തന്നെ ഉപ്പൊക്കെ ചേർന്ന് നല്ലൊരു കോമ്പിനേഷനായിട്ട് മാറും. ഇനി നമുക്ക് ഈ മാങ്ങ ഒന്ന് സെറ്റാവുന്ന സമയം കൊണ്ട് ഈ കിച്ചടിക്കുള്ള അരപ്പ് റെഡിയാക്കാം. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് 1 കപ്പ് നാളികേരാണ്, അതുപോലെ 2 പച്ചമുളക്, 1 ടീസ്പൂൺ പച്ചക്കടുകാണ് ഞാൻ ചേർക്കുന്നത്, 1 ടീസ്പൂൺ കുരുമുളകും കൂടി ചേർക്കണം. ഇനി നമ്മൾ തൈരിലാണ് നമ്മൾ ഈ കിച്ചടിയുടെ അരപ്പ് അരച്ചെടുക്കുന്നത്. ഞാൻ ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ തൈര് ചേർക്കാണ്. നമുക്ക് കുറച്ചും കൂടി തൈര് ചേർക്കാതിരിക്കുക. തൈര് എടുക്കുമ്പോൾ എപ്പോഴും അധികം പുളിയില്ലാത്ത തൈര് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം മാങ്ങയ്ക്ക് പുളിയുള്ളത് കൊണ്ട് നമ്മൾ തൈരും നല്ല പുളിയുടെ തൈര് എടുക്കണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് എപ്പോഴും അധികം പുളി കുറഞ്ഞൊരു തൈര് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നാളികേരം നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കണ മാങ്ങയ്ക്ക് ചേർക്കാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് തൈര് ചേർക്കാം. ഞാൻ 1 കപ്പ് തൈരാണ് ഇതിലേക്ക് ചേർത്താക്കുന്നത്. കിച്ചടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇത്തിരി തിക്കായിട്ടിരിക്കണം. സദ്യയിലൊക്കെ തൊടുകറികളുടെ കൂട്ടത്തിലാണ് കിച്ചടിയുടെ സ്ഥാനം. അല്ലാണ്ട് വെള്ളമായി കഴിഞ്ഞാൽ കിച്ചടി സുഖം ഉണ്ടാവില്ല. അപ്പം അത്യാവശ്യം തിക്കായിട്ടിരിക്കണം കിച്ചടി. അതുപോലെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് കിച്ചടിയും പച്ചടിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ? പ്രധാനമായിട്ടുള്ള വ്യത്യാസം എന്താ വെച്ചാൽ, പച്ചടിയിൽ എപ്പോഴും ചെറിയ മധുരം ഉണ്ടായിരിക്കും, കിച്ചടിയിൽ മധുരം ഉണ്ടാവില്ല.
അതുപോലെ തന്നെ കിച്ചടിയുടെ കുക്കിംഗ് ടൈം വളരെ കുറവായിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ മാങ്ങാ കിച്ചടി ഉണ്ടാക്കുമ്പോൾ നമ്മളിപ്പോൾ സ്റ്റവ് ഓൺ ചെയ്തിട്ട് തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ ചില കിച്ചടികൾ, അതായത് ഇപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക കിച്ചടി അല്ലെങ്കിൽ പാവയ്ക്ക കിച്ചടി ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ പാവയ്ക്കയും അതുപോലെ തന്നെ വെണ്ടയ്ക്കയൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയം മാത്രമേ നമ്മൾ ഗ്യാസിൽ കുക്ക് ചെയ്യാറുള്ളൂ. ബാക്കിയുള്ള സമയമൊക്കെ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യാണ്ടാണ് ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ വെള്ളരിക്ക കൊണ്ട് ഉണ്ടാക്കും കിച്ചടി. അതാണെങ്കിൽ ജസ്റ്റ് വെള്ളരിക്ക ഒന്ന് വേവിച്ചെടുക്കും. ബാക്കി എല്ലാ പ്രോസസ്സും നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ടാണ്. അതാണ് കിച്ചടിയുടെയും പച്ചടിയുടെയും പ്രധാന ഒരു വ്യത്യാസം. ഇനി നമുക്ക് ഫൈനലി ഈ കിച്ചടിക്ക് കടുകും മുളകും താളിച്ച് ചേർക്കാം. 1 സ്പൂൺ കടുക്, നമുക്കൊന്നും കൂടി ഇത് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പം നമ്മുടെ പച്ചമാങ്ങ കിച്ചടി നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഈസി റെസിപ്പി അല്ലേ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം. ഈ ഒരു റെസിപ്പി നിങ്ങൾ എൻജോയ് ചെയ്യുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിൻ്റെ ഒപ്പമുള്ള ബെല്ലൈക്കണും കൂടി നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ പുതിയ റെസിപ്പികളുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പച്ചമാങ്ങയും പച്ചനാളികേരവും പച്ചക്കടുകും പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് കുരുമുളകും കട്ടത്തൈരും കൂടി ചേരുമ്പോഴുള്ള ടേസ്റ്റ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. നമുക്ക് വീണ്ടും കാണാൻ മറ്റൊരു പുതിയ റെസിപ്പി ആയിട്ട്. അതുവരെ ഗുഡ് ബൈ.